Everybody on the top got the same sound. Everything I'm about to drop, make a name now. Yeah, y'all don't really know, y'all don't really know. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലെല്ലാം പറഞ്ഞ നമ്മുടെ ബിറ്റ്കോയിൻ്റെ വളരെ ശക്തമായിട്ടുള്ള ആ ഒരു സപ്പോർട്ട് ഏരിയ, ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഇതാ ഇപ്പോൾ ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള സെല്ലിംഗ് പ്രഷറാണ്, കരടികൾ ആറാടുകയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള സെല്ലിംഗ് പ്രഷറോട് കൂടിയിട്ടാണ് ബിറ്റ്കോയിൻ്റെ പ്രൈസ് താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ക്രിപ്റ്റോ മാർക്കറ്റിൽ മാത്രമല്ല ഈ ഒരു ക്രാഷ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒട്ടുമിക്ക എല്ലാ മാർക്കറ്റുകളിലും വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ മാർക്കറ്റ് ക്രാഷ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്റ്റോക്ക് മാർക്കറ്റിലായാലും രൂപയുടെ മൂല്യം കുറഞ്ഞു, ഡോളറും നല്ല രീതിയിൽ താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവിടെയും ഇതിൻ്റേതായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ക്രാഷ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ക്രിപ്റ്റോയിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ കൂടുതൽ ഇമ്പാക്റ്റ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. അത് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ആ ഒരു ഓൾ ടൈം ഹൈ പ്രൈസിൽ നിന്ന് ഏകദേശം ഒരു 60% താഴേക്ക് ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഏകദേശം 60% താഴെയാണ് ഓൾ ടൈം ഹൈയിൽ നിന്ന് ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഇപ്പോൾ നിൽക്കുന്നത്. എന്തായാലും ഒരുപാട് പേര് പാനിക് ആയിക്കൊണ്ട് സെല്ല് ചെയ്യാനായിട്ട് സാധ്യതയുള്ള ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ കറൻ്റ്ലി നമുക്ക് മാർക്കറ്റിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, നമ്മൾ ഇത്രയും നേരം നിന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത് ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ഒരു ചാർട്ടിലായിരുന്നു. നമുക്ക് വീക്ക്ലി ടൈം ഫ്രെയിമിലേക്ക് പോകാം. നമുക്കൊരു ലോങ് ടൈം പെർസ്പെക്റ്റീവിലുള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു 1920K എന്ന് പറയുന്ന ഈ ഒരു ഏരിയ, അതായത് 2018 ഓൾ ടൈം ഹൈ പ്രൈസ് ആയിട്ടുള്ള ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് അടുത്ത ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ഏരിയ ആയിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു പോക്ക് കാണുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു 20K എന്ന് പറയുന്ന, അല്ലെങ്കിൽ 1920K എന്ന് പറയുന്ന ആ ഒരു ഏരിയയിലേക്കാണ് പ്രൈസ് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇതിനിടയിൽ എവിടെയും നമുക്കൊരു വ്യക്തമായിട്ടുള്ള സപ്പോർട്ട് ഏരിയ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. നല്ല രീതിയിൽ ഈ ഒരു ഏരിയയിലേക്ക് തന്നെ വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി എന്താണ് ചെയ്യാനായിട്ടുള്ളത്? ഇതെല്ലാം വിറ്റ് ഒഴിവാക്കുകയാണോ വേണ്ടത്, അല്ലെങ്കിൽ എപ്പോഴാണ് നമ്മൾ കുറച്ചുകൂടെ ബിറ്റ് കോയിൻ വാങ്ങിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇനി നോക്കാം. ഓക്കെ, നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു ചാർട്ട് സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതായത് ഓരോ ഓൾ ടൈം ഹൈ പ്രൈസ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇത്തരത്തിൽ വളരെ വലിയ രീതിയിലുള്ളൊരു ക്രാഷ് സംഭവിക്കാറുണ്ട്. 2013 ഒരു ക്രാഷ് സംഭവിച്ചിട്ടുണ്ട്. ഏകദേശം 2013 ഡിസംബർ മുതൽ ഏകദേശം ഒരു $1167 വരെയിൽ നിന്നും ബിറ്റ് കോയിൻ്റെ പ്രൈസ് ഏകദേശം ഒരു $160 താഴ്ന്നിട്ടുണ്ട്. ഏകദേശം ഒരു 86% ക്രാഷ് ഔട്ട് സംഭവിച്ചിട്ടുണ്ട്. പിന്നീട് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു 2018, 2017 ആ ഒരു ഡിസംബർ ജനുവരി സമയത്ത് ഒരു ക്രാഷ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഏകദേശം 20K അല്ലെങ്കിൽ 18K 19K ആ ഒരു റേഞ്ചിൽ നിന്നാണ് ബിറ്റ് കോയിൻ്റെ പ്രൈസ് ഏകദേശം ഒരു 3000 സംതിങ് ഡോളറിലേക്ക് ബിറ്റ് കോയിൻ്റെ പ്രൈസ് ഇറങ്ങി വന്നിട്ടുള്ളത്. അതായത് ഏകദേശം 82% ഒരു ക്രാഷ് ഔട്ട് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇപ്പോൾ നമ്മുടെ 2022 നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2021, 2022 ആ ഒരു കാലഘട്ടം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 70K എന്ന് പറയുന്ന പ്രൈസിൽ നിന്നാണ് ബിറ്റ് കോയിൻ്റെ പ്രൈസ് ഈ ഒരു ഇപ്പോൾ നിൽക്കുന്ന പ്രൈസായിട്ടുള്ള ഒരു 25K അല്ലെങ്കിൽ 26-25Kയിലേക്ക് ഇറങ്ങി വന്നിട്ടുള്ളത്. ഏകദേശം ഒരു 60% താഴേക്ക് വന്നിട്ടുള്ളത്. പക്ഷേ അത് ബോട്ടമാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. കാരണം ഇതുവരെയായിട്ട് ഒരു ട്രെൻഡ് റിവേഴ്സലോ കാര്യങ്ങളോ നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ബോട്ടമാണെന്നുള്ള കാര്യം നമുക്ക് ഇതുവരെയായിട്ട് കൺഫേം ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. പക്ഷേ ഓരോ തവണ ക്രാഷ് സംഭവിക്കുമ്പോഴും, ഓരോ തവണ ബിറ്റ് കോയിൻ്റെ പ്രൈസ് വളരെ ഓൾ ടൈം ഹൈയിൽ നിന്ന് വളരെ ശക്തമായിട്ട് ക്രാഷ് സംഭവിക്കുമ്പോഴും പിന്നീട് സംഭവിച്ചിട്ടുള്ളത് ആ ഒരു ഓൾ ടൈം ഹൈ പ്രൈസിനെയും ബ്രേക്ക് ചെയ്തുകൊണ്ട് വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു എമൗണ്ടിലേക്ക്, അല്ലെങ്കിൽ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പ്രൈസിലേക്ക് ബിറ്റ് കോയിൻ പോകുന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. സോ ചരിത്രം നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇത്രയും നാളുകളായിട്ട് നമുക്ക് അത് തന്നെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അത് ഇവിടെയും ആവർത്തിക്കുമെന്ന് തന്നെ നമുക്ക് ശക്തമായിട്ട് തന്നെ പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും. ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് കുറച്ചുകൂടെ പ്രതീക്ഷകൾ തരുന്ന മറ്റൊരു കാര്യം കൂടി ഞാൻ കാണിച്ചു തരാം. ഞാനിവിടെ RSI ഇൻഡിക്കേറ്റർ കൊണ്ടുവരുന്നുണ്ട്. ഈ ഒരു RSI ഇൻഡിക്കേറ്ററിനെ പറ്റി നമുക്കറിയാം. ഒരു ഓവർബോട്ട് ആൻഡ് ഓവർസോൾഡ് കണ്ടീഷൻസ് നമുക്ക് RSI ഇൻഡിക്കേറ്റർ നോക്കി കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിവിടെ സംഭവിച്ചിട്ടുള്ള ഓരോ തവണ ഓവർബോട്ടായിട്ടുള്ള സമയങ്ങൾ ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്കൊരു ഓവർബോട്ട് കണ്ടീഷനിലേക്ക് RSI ഇൻഡിക്കേറ്റർ വന്നിട്ടുള്ള കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇവിടെ RSI ഇൻഡിക്കേറ്റർ ഒരു ഓവർബോട്ട് കണ്ടീഷനിലേക്ക് വന്നിട്ടുള്ള കാണാനായിട്ട് പറ്റും. ആൻഡ് ഇപ്പോഴും ഒരു ഓവർബോട്ട് കണ്ടീഷനിലേക്കാണ് RSI ഇൻഡിക്കേറ്റർ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി ഒരു കാര്യം നോക്കുക, ഓരോ തവണ RSI ഇൻഡിക്കേറ്റർ ഈ ഒരു ഓവർബോട്ട് കണ്ടീഷനിലേക്ക് വന്നപ്പോഴും പിന്നീട് പ്രൈസിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് നോക്കാം. ഇവിടെ 2015 ജനുവരിയിൽ RSI ഇൻഡിക്കേറ്റർ ഒരു ഓവർസോൾഡ് കണ്ടീഷൻ കാണിച്ചപ്പോൾ, ബിറ്റ് കോയിൻ്റെ പ്രൈസ് ഒരു ഓവർസോൾഡ് കണ്ടീഷനിലേക്ക് വന്നതിന് ശേഷം എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് നോക്കാം. ഇവിടെ നിന്ന് ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ, ഒരു പുതിയ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മൂവ്മെൻ്റ് ആണ് ബിറ്റ് കോയിൻ കാഴ്ചവെച്ചിട്ടുള്ളത്. ആൻഡ് വീണ്ടും ഒരു മാർക്കറ്റ് ക്രാഷ് സംഭവിച്ചു. അവിടെയും 2018 ഡിസംബർ 10 ആ ഒരു സമയത്തും ഇത് ഒരു ഓവർസോൾഡ് കണ്ടീഷനിലേക്ക് വരികയാണ് ഉണ്ടായിട്ടുള്ളത്. ദെൻ അവിടെ നിന്നും പിന്നീട് സംഭവിച്ചിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഒരു പുതിയ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് കാഴ്ചവെച്ചു എന്നുള്ള കാര്യങ്ങളാണ്.
ആൻഡ് വീണ്ടും 2022 വീണ്ടും ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഒരു ഓവർസോൾഡ് കണ്ടീഷനിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സോ ചരിത്രം ആവർത്തിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കണ്ട പോലെയുള്ള ഒരു പുതിയ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് നമുക്ക് ഇനിയും ബിറ്റ്കോയിനിൽ പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് ഹിസ്റ്ററി റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഈ ഓരോ സൈക്കിൾസും കണ്ടിന്യൂ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വളരെ നല്ല രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനുള്ള അവസരങ്ങളാണ് ഇപ്പോൾ മാർക്കറ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചാടിക്കയറി നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ എമൗണ്ടും ബിറ്റ്കോയിനിൽ ഇപ്പോൾ കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. കൃത്യമായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഓരോ സപ്പോർട്ട് ഏരിയകളിലും നിങ്ങളുടെ കയ്യിലുള്ള എമൗണ്ട് കുറേശ്ശെ ആയിട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുണ്ടെങ്കിൽ, യാതൊരു തരത്തിലുള്ള ഫൈനാൻഷ്യൽ അഡ്വൈസ് അല്ല, നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് മാത്രം നിങ്ങളൊരു തീരുമാനം എടുത്താൽ മതി. എൻ്റെ ഒപ്പീനിയൻ മാത്രമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചരിത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ്റെ ഈ രീതിയിലുള്ള മുൻകാലങ്ങളിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് പ്രതീക്ഷകൾ ഇനിയും ബിറ്റ്കോയിനിൽ നമുക്കുണ്ട്. ഓക്കെ, അതായത് നമ്മുടെ പ്രതീക്ഷകളൊന്നും തന്നെ അസ്തമിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് എനിക്ക് ഇവിടെ പറയാനായിട്ടുള്ളത്. ഓക്കെ, ക്രിപ്റ്റോ വളരെ വലിയ രീതിയിൽ ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ മറ്റുള്ള മാർക്കറ്റുകളിലും ഇതേ രീതിയിലുള്ള നല്ല രീതിയിലുള്ള ക്രാഷും കാര്യങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ആരും തന്നെ മനസ്സിലാക്കുന്നില്ല. എല്ലാവരും ക്രിപ്റ്റോയിലേക്ക് മാത്രമാണ്, അല്ലെങ്കിൽ ക്രിപ്റ്റോ അവസാനിച്ചു എന്ന് മാത്രമാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ചരിത്രം അറിയാത്തവരുടെ വെറും വ്യാമോഹം മാത്രമായിട്ട് നമുക്കതിനെ കാണാനായിട്ട് പറ്റൂ. ചരിത്രം ആവർത്തിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഗംഭീരമായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് നമുക്ക് ബിറ്റ്കോയിനിൽ വരും ദിവസങ്ങളിൽ, വരും വർഷങ്ങളിൽ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും. സോ എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്, ക്രിപ്റ്റോ ഈസ് ദ ഫ്യൂച്ചർ. ഹാപ്പി ട്രേഡിംഗ്.